ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ KL ടവർ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ മുകളിലാണ്. എത്ര നിലയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഒരുപാട് നിലകളാണെന്നറിയാം, കുറേ പൊക്കത്തിൽ വന്നു. പിന്നെ അതുപോലത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു ഡെക്ക്, അവിടെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അതിൻ്റെ താഴെ ഗ്ലാസ്സാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ കുറച്ച് പേടിയാവും, എനിക്ക് കുറച്ച് പേടിയാണ്. ഇവരെല്ലാം അറ്റത്തോട്ടൊക്കെ പോയി നിന്ന് ഞാൻ ഇങ്ങോട്ട് നിന്നാണ് ഫോട്ടോ എടുത്ത്. എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയാണ്. നൈസ് പ്ലേസ്. ഇവിടെ ആക്ച്വലി ഒരു പക്ഷേ വൈകുന്നേരം ഒരു ബെറ്റർ വ്യൂ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്നും ഒരു 2 മണി കഴിയുമ്പോഴത്തേക്ക് ഒരു മഴ തുടങ്ങും. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി വൈകുന്നേരത്തേക്കോ രാത്രിയത്തേക്കോ വെച്ചാൽ ചിലപ്പോൾ മഴ കാരണം കുളമാവും. ഇന്നലെ ഞങ്ങൾ ആ ഒരു ട്വിൻ ടവർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അവിടുത്തെ ഒരു ഫൗണ്ടൻ ഏരിയയിലൊക്കെ ഇരുന്ന് അവിടെ ഞങ്ങൾ ആക്ച്വലി മോളിലോട്ട് കയറിയപ്പോഴും മഴ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറി കയറാൻ വന്നപ്പോഴായിരുന്നു പേരും മഴ. അപ്പോൾ നമ്മൾ അതുപോലെ ഇന്ന് ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ വൈകുന്നേരത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ കുളമായിപ്പോവും. നൈസ് പ്ലേസ്. ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ വരാതെ പോയാൽ അത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അത്യാവശ്യം വെയിലുണ്ട്. ആ ബാക്കി കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ, ഏറ്റവും ഹൈറ്റുള്ള ഏതോ ഒരു ബിൽഡിംഗ് എന്ന് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇറ്റ്സ് നോട്ട് ഓപ്പൺ യെറ്റ്. പിന്നെ അത് ഏറ്റവും ടോളസ്റ്റ് എന്നൊക്കെ പറയുന്നു. മുകളിലോട്ട് ഒരു കുറ്റി പോലെ. ഓക്കെ, അവിടെയൊക്കെ എന്തെങ്കിലും ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ, പേരൊന്നും അറിയില്ല. എന്തോന്നൊരു പൊട്ട അനൗൺസ്മെന്റ് കേൾക്കുന്നു. 2 മിനിറ്റ് ഇവിടെ നിന്നിരിക്കട്ടെ. ഞാൻ ഈ ഇട്ടേക്കുന്ന സെൽവാർ എത്നിക് വീവ് എന്ന് വാങ്ങിച്ചതാണ്. ഞാനിത് ഈ ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യാൻ പോയ ദിവസം ഞാൻ എൻ്റെ ബ്ലോഗിലും ജസ്റ്റ് എൻ്റെ 1-2 ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിട്ട് എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് എൻക്വയറി അബൌട്ട് ദിസ് ഡ്രസ്. ആൻഡ് ഒരു കാര്യം പറയട്ടെ, ഇത് ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ എത്നിക് വീവ്സിൽ. അവിടെ മിക്ക ഡ്രസ്സസ് ഈ ബൊട്ടീക്സിൽ മെയിനായിട്ട് ധാരാളം ഡ്രസ്സുകൾ അവിടെ സിംഗിൾ പീസായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഞാനങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ഇതുപോലത്തെ വേറെ ഒന്നും കാണില്ല. മേ ബി മറ്റൊരു കളറ് കാണും, സെയിം പീസ് കാണത്തില്ല. അമ്മൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, ആൻറ്റി നല്ല ഡ്രസ്സാണല്ലോ. ഞാൻ പറയും മോളെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞ കളറ്, അത് ഞാനങ്ങ് എടുക്കുകയും ചെയ്ത്. 1 സൈഡൊക്കെയാണ് കാണുന്നത്. ദുപ്പട്ടയുടെ 1 സൈഡിലാണ് എംബ്രോയിഡറി, ഈ സൈഡിലില്ല. ഇറ്റ്സ് നൈസ് കംഫർട്ടബിൾ ഡ്രസ്. ഞാൻ ഈ ട്രിപ്പ് വന്നപ്പോൾ എല്ലാം ഇന്നലെയും മെനിഞ്ഞാന്നും ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും എല്ലാം ലൂം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഡ്രസ്സാണ് ഇട്ടത്. ലൂം അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, ചില സമയത്ത് നല്ല ഡിസ്കൗണ്ട് ഒക്കെ കാണും. ആദ്യം അമ്മ എനിക്ക് 2 വാങ്ങിത്തത്. ഒരു മഞ്ഞ, ഞാൻ ആ ബേർഡ് പാർക്കിൽ പോയപ്പോയിട്ട് മഞ്ഞയും ലൂമാണ്. ഇന്നലെ ഞാൻ ഒരു അമ്മു നമ്മുടേത് ഇതുപോലെ വിളിക്കുവോ? അല്ല അത് കയറണ്ടേ? കയറണ്ട. ഓക്കെ നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്, അതാണെന്ന് തോന്നി ഇമാതിരി ഒന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പുറത്തൊരു ബോക്സിൽ കയറി. അപ്പോൾ ഞാൻ ലൂമിൻ്റെ ആണ് 3-4 സെൽവാർ വാങ്ങിച്ചത്, ഈ അടുത്ത് വാങ്ങിച്ചത്. ഇന്ന് ഞാൻ അതിൻ്റെ ഒരെണ്ണം ഇട്ടപ്പോൾ അതെനിക്ക് ഇച്ചിരി പാൻറ്റിന് നീളം കൂടിപ്പോയി. പൊക്കമുള്ള ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും അത് ഉണ്ടാക്കിയത്. ആൻഡ് ഞാൻ ഇച്ചിരി സൈസ് കൂടുതലായിട്ട് എനിക്ക് ബോഡിക്ക് ഇപ്പോൾ വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ XL വാങ്ങിച്ചത്. പക്ഷെ XL ആയപ്പോൾ എനിക്ക് കഴുത്തിൻ്റെ പോർഷനൊക്കെ ഒരു ഇച്ചിരി ലൂസായിപ്പോയി. നല്ലൊരു കളറായിരുന്നു. ഇന്ന് അതിട്ട് അടിച്ച് പൊളിക്കാമെന്ന് പറഞ്ഞായിട്ട് ഇട്ടതാണ്. ഇട്ട് കഴിഞ്ഞപ്പോൾ പാൻറ്റിന് നീളം കൂടുതൽ ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഇനി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഇത് ഞാൻ നാളെ ഇടാൻ വെച്ചാൽ, പക്ഷെ അതെടുത്ത് ഞാൻ ഇന്ന് ഇട്ടു. എനിക്ക് ലൂമിൻ്റെ റെഡും കൂടെ ഉണ്ട് ഇടാൻ. ഭയങ്കര ബ്രൈറ്റ് റെഡ് ആൻഡ് എനിക്കൊരു മടിയായിരുന്നേ ഇന്ന് ഇടാൻ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ എന്നായിരിക്കും ഇടുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് എടുത്തതുപോലും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയമേ ഇല്ല. നമ്മളെല്ലാ കറക്കമൊക്കെ കഴിഞ്ഞ് റൂമെത്തി. ഞാൻ എന്തായാലും ഏതോ ഒരു മൈക്കിൻ്റെ താഴെ വന്നിരുന്നിട്ട് അവരോരോ അനൗൺസ്മെൻറ്റ് ഇടുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പിന്നെ എടുക്കാം. ഓക്കെ ബേബി വാട്ട് ഹാപ്പൻ ബേബി? ബേബി ഹാവിങ് ഐ ട്വിച്ചിങ്. ഞാൻ മക്കളാ ഡ്രോപ്സ് ഇട്ടോ? ഇന്നിട്ടില്ല. ഡ്രോപ്പ് ഇട്ട് പക്ഷെ ഇട്ടിട്ട് എനിക്കത് വരുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ വരുന്നു. കിടന്നുറങ്ങിയപ്പോഴാണ് ആശ്വാസം. അമ്മൂൻ്റെ ഡ്രസ്സ് കൊള്ളാലോ അമ്മോ. അപ്പം ഇഷാനി നീ എന്താ ഫാൻസി ആയിട്ടൊന്നും ഇടാത്ത? ഞാൻ വളരെ നന്നായിട്ട് ഇവർക്കൊക്കെ എന്തോ ഒരു
എനിക്ക് ലെൻസ് ഒക്കെ വെക്കണം. പക്ഷെ ഐറ്റിച്ചിന്നാണ് ലെൻസ് വെക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഇപ്പോൾ ഈ ലെൻസ് വെക്കണം അങ്ങനത്തെ ബാധ്യതകളൊന്നും ചെയ്തിട്ടില്ല. കാരണം എത്ര വേഷം കിട്ടിയാലും കണ്ണാടി വെക്കുമ്പോൾ ആ ഒരു ലുക്ക് പോയിന്റ്ലെസ്. So I thought why waste makeup. പക്ഷെ കണ്ണാടി അത്ര പ്രശ്നം. ഇങ്ങനെ തന്നെ നിന്നെ കാണാൻ നന്നായിട്ടുണ്ടല്ലോ ഷാനി. Yeah, going. Was here for a longer time. They have 3 tickets. Yeah, we have 4. Oh, you have 1. ഇതാണ് നമ്മളെന്നും ഇറങ്ങുന്ന കാറ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് അമ്മു ഞാനും രാവിലെ ഒരു ട്രിപ്പ് ഇറങ്ങിയായിരുന്നു. ഇവരെൻ്റെ ഒരു ഉറക്കമായിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ചൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി ഇവരെയും കൂട്ടിയിട്ട് ലഞ്ചിന് പോകുന്നു. ഭയങ്കര വെയിൽ. അതാ ഞാൻ ദുപ്പട്ട ഇട്ടേക്കുന്നത്. കുടയില്ല. നമ്മൾ ആ മഴ നനയുമ്പോൾ ഉള്ളൊരു കുട വാങ്ങി. പക്ഷെ അത് ഈ വെയിലത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇഷാനിയുടെ ഷൂ ലേസ് അഴിഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ട റെസ്റ്റോറൻറ്റും മോളും ഒക്കെ ഇരിക്കുന്ന സ്ഥലം ആക്ച്വലി ഒരു 5 മിനിറ്റ് വോക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ കാർ എടുക്കുവാണെങ്കിൽ ഒരുപാട് കറങ്ങണം. അന്നൊരു ദിവസം ഇതേ സ്പോട്ടിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കാർ ഇരിക്കേണ്ടി വന്നു. ഈ സ്പോട്ടിൽ നിന്ന് തിരിച്ച് നമ്മളെ ഹോട്ടലിലെത്തെ. പിന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകാനായാലും ചെറുതായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുവാണെങ്കിൽ നടന്നു പോകാം. സോ ഫാസ്റ്റ് വിൽ റീച്ച്. വെതറും കൂടെ ഇച്ചിരി കൂടെ തണുപ്പായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. രാത്രി സുഖം കേട്ടോ. രാത്രി നമുക്കെല്ലാം നടക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ വെയിലായതുകൊണ്ടുള്ള ഒരു തണലത്തോട്ട് കയറട്ടെ. സ്ഥലം കാണിച്ചു തരാം നിങ്ങൾക്ക്. റെസ്റ്റോറൻറ്റിലെത്തി. എനിക്കും അമ്മൂനും ആക്ച്വലി എല്ലാ ഫുഡും ഓക്കെയാണ്. പക്ഷെ ഇവർക്ക് വായിക്ക് രുചി പിടിച്ച ഒരു ഐറ്റം ഇവിടെ കിട്ടി. റൈസ് വിത്ത് സോട്ടേഡ് ബ്രോക്കോളി, പിന്നെ വേറെ ഒരു പച്ചയിലൊരു സാധനം, പിന്നെ എന്തോന്നോ പേരുള്ളൊരു ചിക്കൻ. അത് കുറച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ്റെയൊക്കെ ഒരു ബന്ധുവായിട്ട് വരും. അങ്ങനെ ഈ കട തപ്പി ഇന്നലെ രാത്രി ഇവിടെ കഴിക്കാൻ വന്നപ്പോൾ ഇത് അടച്ചു. അങ്ങനെ ഇന്ന് ഇവിടെ തന്നെ ലഞ്ച് കഴിക്കണം. കഴിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കഴിച്ച ആ ഫീലാണ്. ചൈനീസോ തായ് ഒക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ തന്നെ ഫുഡ് കഴിക്കണ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. വേറെ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഇത് വരുമ്പോഴത്തേക്ക് അടച്ചു പോകുമോയെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ഇതിൻ്റെ ഓണറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഇന്നലെയും പുള്ളി 8:30 അടച്ചിട്ടുണ്ട്. ഞങ്ങൾ 8:34 എന്തോ ഇവിടെ വന്നപ്പോൾ പറയും ക്ലോസ്ഡ്. പക്ഷെ ഇവിടുത്തെ സൂപ്പർ സാധനമാണ്. മേ ബി അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരമായിരിക്കാം പുള്ളിക്ക്. ഇന്ന് അടച്ചിട്ടില്ല. അതും അവരവിടെ പോയി ഓർഡർ ചെയ്യുന്നു. സിറ്റിക്ക് പോയാൽ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. സൗണ്ട് ആവശ്യത്തിനുണ്ടോ ഈ ഉറച്ച സംസാരിക്കുന്നത്. ബിക്കോസ് ഹൻസു ഈസ് ഓൾസോ യൂസിങ് ദ മൈക്ക്. 2 സെറ്റ് മൈക്കേ കൊണ്ടുവന്നുള്ളൂ. ഹൻസുവിൻ്റെ കയ്യിലൊരു മൈക്കുണ്ട്. അമ്മു വാസ് യൂസിങ് 1 മൈക്ക്. അപ്പോൾ ഞാൻ മൈക്ക് എടുത്തില്ല. സോ നല്ല ട്രിപ്പായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു.
ഞങ്ങളങ്ങനെ ഓവർ സൈറ്റ് സീയിങ്ങൊന്നും പോയില്ല. ആ ഒരു ടെമ്പിൾ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോകാൻ നമ്മൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വെച്ചാൽ നെക്സ്റ്റ് ടൈം പോകാം. എനിക്കിപ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അത് അവിടെ പോയില്ല. കാരണം അവിടെ പോയാൽ അത്രയും എനിക്ക് കാലിനൊക്കെ നല്ല പെയിനുണ്ട്. അത്രയും സ്റ്റെപ്പൊക്കെ കയറിയാൽ പണി കിട്ടും. സർട്ടൻ വാട്ടർഫോൾസിൽ ഓൾസോ. ഇന്നലെ നമ്മൾ ഒരു മസാജിന് പോയായിരുന്നു, ഫുഡ് മസാജ്. സൂപ്പറായിരുന്നു. ആൻഡ് നമ്മുടെ റേറ്റ് ഇവിടെ മലേഷ്യയിൽ പല സംഭവങ്ങൾക്കും വില കുറവാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ സ്പായ്ക്കൊക്കെ പോയാൽ ഇറ്റ്സ് ലൈക്ക് ബിഗ് എമൗണ്ട്, 8,000 9,000 അങ്ങനെയാവും. ഫുഡ് മസാജൊക്കെ തന്നെ നമ്മൾ ചിലയിടത്തൊക്കെ ചെയ്തിട്ടുള്ളപ്പോൾ 4,500 ഒരാൾക്ക് അത്രയാവും. ഇതെന്തായാലും നമ്മൾ എല്ലാവരും കൂടെയൊക്കെ ചെയ്തിട്ടും തീരെ എമൗണ്ട് ആയില്ല. ഇഷാൻ ഞാൻ ഇടയിൽ വെച്ചിട്ട് എന്തോ ചോദിക്കാനായി. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഒരു പച്ച ഇല ഇട്ടിട്ടുള്ളൊരു സംഭവം അവർ തന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇഷാനും ഹൻസും എല്ലാം കഴിച്ചു. അപ്പോൾ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് അവർക്കതിൽ പിടികിട്ടി അതിനകത്ത് ഉണക്കമീൻ ഇട്ടിട്ടുണ്ടെന്ന്. നമ്മുടെ കുഞ്ഞ് നെത്തോലിയോ കുഞ്ഞ് കാണാൻ പോലും ഇത്ര കുഞ്ഞായിട്ടുള്ള അതിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറായിരുന്നു അതിന് തന്നിരുന്ന ഒരു ഭയങ്കര എക്സോട്ടിക് ടേസ്റ്റ് വരുന്നത്. ആ ഉണക്കമീനിൻ്റെ ഒരു രുചി, ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈശാനി ഹൻസിക്കൊന്നും ഉണക്കമീൻ തീരെ കഴിക്കാത്ത ആൾക്കാർ. നമ്മുടെ വീട്ടിൽ ഉണക്കമീൻ ഫ്രൈ ഒക്കെ ആക്കി അവർ തിരിഞ്ഞു കൂടി നോക്കത്തില്ല. ഞാനും ഓസിയും അമ്മുവും കിച്ചും നമ്മൾ 4 പേരെ കഴിക്കും. ഈശാനി ഹൻസിനും ഇഷ്ടമാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അധിവാസിക്ക് ഉണക്കമീനാണ്. അപ്പോൾ ഇവർ കഴിക്കാൻ വേണ്ടി ഞാൻ പറയും ഉണക്കമീനൊന്നും അല്ല, പക്ഷേ അവർ കണ്ടുപിടിച്ചു ഉണക്കമീനായിരുന്നു എന്ന്. പക്ഷെ അവർ കഴിച്ചു കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ കൊള്ളാം സാധനം കൊള്ളാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കൂടുതൽ ഫ്ലേവറിന് അവർ ഇച്ചിരി ഉണക്കമീനും എന്തോ സോയാ സോസ് പോലെ എന്തൊക്കെ ഇട്ട് മിക്സാക്കി തരുമ്പോൾ അതിൻ്റെ ലിക്വിഡ് തന്നെ നമുക്ക് ഇച്ചിരി ചോറിലോട്ടൊക്കെ ഒഴിച്ചാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് ലോട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളാണ്. ഇവിടെയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടത്. ഈ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ആ മോളിൽ പോകണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ പോയൊരു മോളുണ്ട്. അന്ന് നമ്മൾ സാധനങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. തിങ്കിങ് ഇനിയിപ്പോൾ വെറുതെ ഇനി നമുക്ക് 4 ദിവസം 5 ദിവസം ഉണ്ടല്ലോ, ഇപ്പോഴേ എന്തിനാണ് വാങ്ങണേ, ഇന്നിപ്പോൾ നാളെയാണ് നമ്മൾ തിരിച്ചു പോകണേ, അതുകൊണ്ട് ഇന്ന് എന്തായാലും വാങ്ങിയത്. ഞാനിട്ടേക്കുന്നത് ലൂം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സെൽവാറാണ്. റെഡ് കളർ ഇച്ചിരി ഓവറായി പോയി എന്നെനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ഇന്നവിടെ ഇപ്പോൾ കിട്ടുമോ? ഫുഡ് വന്നിട്ട് ബാക്കി കാണാം. ഇതിനേക്കാൾ എന്ത് ബെറ്റർ ആണ് നിന്നത്. പക്ഷെ എനിക്ക് ആ ബ്ലൂ ആണ് ഇഷ്ടം. എനിക്കിതാ ഇഷ്ടം. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഇൻസൈഡ് ഓഫ് ദ സ്റ്റോൺ കാണാൻ പറ്റും.
സ്ട്രോബെറി കൊള്ളാം അല്ലേ? ശരി ശരി, എക്ലെയർ സ്ട്രോബെറി വേണം. പക്ഷെ അതാ എനിക്ക് എന്താണെന്ന് അറിയില്ല, കണ്ട് ടേസ്റ്റ്. അതിൽ എഴുതിയിട്ടുണ്ട് ഫ്രഷ് സ്ട്രോബെറീസ്, വൈറ്റ് ചോക്ലേറ്റ്. മോളിൻ്റെ ഒരു വലിപ്പം നോക്കിയേ. ഇറ്റ്സ് ലൈക്ക് സോ ഹ്യൂജ്. ഇത് റോബോ കോഫി ഉണ്ടാക്കുന്നതാണ്. ഞാനപ്പോൾ ഇതിവിടെ ഓർഡർ ചെയ്തു. നമ്മുടെ എത്ര കടുപ്പം വേണം, എത്ര ഷുഗർ വേണം, മിൽക്ക് വേണം, ഏത് ടൈപ്പ് വേണം എന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ ചെയ്യാം. റോബോ ആണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. കുലുങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ ഇതിൽ പോയപ്പോഴേക്കും ഇവിടെ ഇവർ വായോ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ പിന്നെ ആവട്ടെ പിന്നെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർത്തി എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പുറത്ത് ഇഷാനിക്ക് ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യാനും നമ്മുടെ സാധനം വയ്ക്കാനും സ്പേസ് വേണം. അപ്പോൾ ഇവർ ടേബിൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ആ സമയം തൊട്ട് ഞാൻ വെറുതെ ചെന്നാൽ വന്നൊരു കോഫി ഓർഡർ ചെയ്യാം. അവിടെ നിന്ന് റോബോ അതിന് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ പാലോ അടച്ചു കാണിച്ചു തരാം. I can take it. Can I take it? Okay. What's it? A holder. Yep. Thank you. Thank you. ഇവിടുത്തെ ഏറ്റവും ഹാപ്പനിങ് ഏരിയ ആണിത്. അപ്പുറത്തുള്ള ഒരാൾ കുടിക്കണ കണ്ടിട്ട് ആ മൂഡിലാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ റെഗുലർ ഷുഗറിനാ പറഞ്ഞ ഇച്ചിരി മധുരം കുറവാണ്. അതിന് കുഴപ്പമില്ല. എന്നാ ഇനി മധുരം ഇട്. വേണ്ട. റോബോ ഉണ്ടാക്കിയ കോഫി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ റോബോ ഉണ്ടാക്കിയൊരു കോഫി. റോബോ ചിറ്റി നൈസ് കോഫി. എന്താണ് അവർ കളിക്കുന്നത്? അല്ല, ആള് കാണിച്ചുകൊണ്ട സാധനം ആൾക്ക് പിള്ളേരെ കണ്ടപ്പോൾ വിൽക്കാൻ തുടങ്ങി. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇങ്ങനെ ഫോണിൽ എന്താ വെച്ച് 3D പോലെ സാധനം. ഞാൻ ഈ കോഫി വാങ്ങിച്ചുകൊണ്ട് എനിക്ക് എത്ര നേരം വേണമെന്ന് ഇവിടെ ഇരിക്കാം. നിങ്ങൾ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അതിനാണ് ഞാൻ ഈ കോഫി വാങ്ങിച്ചത്. ഇന്നലെ ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇന്നലെയാണ് മെനിഞ്ഞാന്നാണ് മഴ പെയ്തത്. അടിപൊളി മഴ പെയ്തത്. ഇന്നലെയായിരുന്നു മെനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു. ഇന്നെന്തായാലും മഴയൊന്നുമില്ല. ഇന്ന് സാറ്റർഡേ ആണ്, ചുമ്മാ അല്ല. എന്തോ മാത്രം ആൾക്കാർ നോക്കി. ഞാൻ ഈ ഇരിക്കുന്ന ഈ ഏരിയ പോലെ പാരീസിൽ നമ്മളൊരു സ്ഥലം കണ്ടിരുന്നു, ലണ്ടനിലും. എന്തോന്നോ സർക്കസ് എന്ന് പറഞ്ഞല്ലേ പിള്ളേരുടെ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഇതുപോലെ ഒരു ഏരിയ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വന്നെങ്കിൽ മ്യൂസിക്കും പാട്ടും ഡാൻസും ഒക്കെ ഇങ്ങനെ നടക്കും. ഒരു സൈഡിൽ ഒത്തിരി ഇതുപോലത്തെ കടയൊക്കെ കാണും. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത വെച്ചാൽ നമുക്കിവിടെ നിന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് നടന്നിട്ട് ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയാൽ ഞങ്ങളുടെ ഹോട്ടൽ അവിടെയാണ്. യൂഷ്വലി ഇതുപോലത്തേക്ക് ഏറ്റവും ഹാപ്പനിങ് ഏരിയയൊക്കെ നമുക്ക് സാധാരണ നമ്മൾ ഏതെങ്കിലും സിറ്റിയിൽ പോകുമ്പോൾ അത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഏരിയയിലൊക്കെ ചിലപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കണം എന്നൊക്കെ പലപ്പോഴും തോന്നിയാൽ പോലും പറ്റത്തില്ല. കാരണം നമുക്ക് തിരിച്ച് റൂമിൽ പോകണമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ ജസ്റ്റ് അപ്പുറത്ത് നടന്നങ്ങോട്ട് ഇറങ്ങിയാൽ മതി. നമ്മുടെ ഹോട്ടലാണ്. സോ നമുക്ക് ഇത്തവണ
ബഡ്ജറ്റ് ഹോളിഡേയ്സ് ഇത്ര കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ നമുക്ക് ഒപ്പിച്ച് തന്നു. ഐ ആം സോ താങ്ക്ഫുൾ ടു ദം. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, നമ്മളിവിടെ വന്നിട്ടില്ലാത്ത സ്ഥലമായിട്ട് നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്ന ഹോട്ടൽ ചിലപ്പോൾ മറ്റെങ്ങോട്ടെങ്കിലും ആയിരിക്കാം, ദൂരെ ആയിരുന്നു കാണാം. കാരണം ഞാൻ ഇന്നലെയൊക്കെ നമ്മൾ എങ്ങോട്ടൊക്കെ നമ്മൾ സ്ഥിരം എടുക്കുന്ന 1-2 ഹോട്ടൽസൊക്കെ ഞാൻ കണ്ടിരുന്നു. മാരിയറ്റോ ഏതൊക്കെയോ നമ്മൾ സ്ഥിരം എടുക്കാറുള്ള അതൊക്കെ കുറച്ച് ദൂരെയായിരുന്നു. ദൂരെ വെച്ചാൽ നല്ല സ്ഥലം തന്നെ, എന്നാലും ഈ ഒരു ഏരിയ ആയിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പോയ പാവലിയൻ മോൾ ഇവിടെയാണ്. നമ്മൾ കുറച്ച് പോയ കടകളെല്ലാം അപ്പുറത്ത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയതൊക്കെ ജസ്റ്റ് ബാക്കിലുള്ള 1-2 മോളിലായിരുന്നു. എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസ് വെച്ചാൽ ഒരു 7-8 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം എത്താം. അത്ര ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് റിയലി നൈസ് ഏരിയ. ടുഡേ സെക്കൻഡ് ലാസ്റ്റ് ഡേ. നാളെ വൈകുന്നേരമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. വൈകിട്ടല്ല രാത്രി. എന്നാലും ഞങ്ങൾക്ക് റൂമിൽ വൈകുന്നേരം വരെയല്ലേ കാണും. വൈകുന്നേരം ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്ത് ഇവിടുത്തെ എയർപോർട്ട് ഓൾമോസ്റ്റ് 70 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. സോ എയർപോർട്ട് എത്തണേന് ഒരു 1.5 മണിക്കൂറെങ്കിലും മുന്നേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങണം. അവിടെ നാളെ ഒരു 3-4 മണി വരെ നമുക്ക് റൂമിൽ നിൽക്കാം. സോ ടുമോറോ ഇസ് ലാസ്റ്റ് ഡേ. ഞങ്ങളുടെ ഒരു കുട്ടി വെക്കേഷൻ ചടപടേന്നങ്ങ് തീർന്നു. ഇവിടെ എത്തിയത് എനിക്ക് ഇവിടെ വന്ന ഒരു വ്ളോഗ് എൻ്റെ ഫോണിൽ റെഡിയാക്കി ഇട്ടേക്കാം. ഫുള്ള് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യാണ്ട് ഇടാൻ പറ്റിയില്ല. ഭയങ്കര ടയറിങ് ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം. മെയിൻലി ചൂട് ഇച്ചിരി കൂടുതലാണ്. അവിടെ എവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ നമ്മൾ റൂം എത്തുമ്പോൾ തളർന്നിരിക്കും. വേറെ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വിയർക്കത്തും ചൂടെടുക്കത്തും ഒന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് എവിടെയോ ഒരു എക്സ്ട്രാ എനർജി കാണും ടു ഡൂ തിങ്സ്. ഇതിങ്ങനെ നമുക്ക് റൂമെത്തിയാൽ വേഗം ഒന്നങ്ങ് ഡ്രസ്സ് മാറി കുളിച്ചാൽ മതി, വേറെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ മതി, അങ്ങനെ ഒരു ഫീലിങ്ങിലായിരിക്കുന്നത്. ചൂടെടുത്തിട്ട് ആണ് ഇരിക്കുന്നത്. ഞാൻ ഇട്ടേക്കണ ലൂമിൻ്റെ സെൽവാറാണേ. ഞാൻ രാവിലെ പറഞ്ഞു ഈ ലൂമിൻ്റെയൊക്കെ എപ്പോഴും ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊള്ളാം, പക്ഷെ പൊക്കമുള്ളവർക്കല്ലേ ചേരൂ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും നോക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ധൈര്യത്തിൽ 3-4 ഓർഡർ ചെയ്തു. അതിൽ ഒരെണ്ണം എനിക്ക് ഇച്ചിരി ലൂസാണ്, അതല്ല ഭംഗിയുള്ളതാണ്. ലൂസ് എന്ന് വെച്ചാൽ പാൻറ്റൊക്കെ ഇച്ചിരി നീളം കൊടുക്കും. പൊക്കമുള്ള ആൾക്ക് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഒരു യെല്ലോ, ഒരു പിങ്ക്, ഒരു റെഡ് ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ലൂമിൻ്റെ ഡ്രസ്സസ്. നിങ്ങളും ട്രൈ ചെയ്യൂ കേട്ടോ. ലൂമിൽ ചില സമയത്തൊക്കെ നല്ല ഡിസ്കൗണ്ട് കാണും. ഇതൊക്കെ ഞാൻ ഏതോ ഡിസ്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പടത്തിൽ കാണുന്നതും വരുന്ന പ്രോഡക്റ്റുമൊക്കെ ഒരേ ടൈപ്പാണ്. ഇപ്പം ചില ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കാണുന്നതൊന്ന് വരുന്നതൊന്ന്, ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കണ്ടത് തന്നെ മോഡൽസൊക്കെ ഇട്ടിരുന്ന അതേപോലത്തെ ഐറ്റം തന്നെയാണ് വന്നത്. മെറ്റീരിയലും അടിപൊളിയാണ്, സോഫ്റ്റാണ്, വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ റോബോ ഉണ്ടാക്കി കോഫി കുടിക്കട്ടെ. നേരത്തെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടുവച്ചു. റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. You can see it's a very happening area over here. നമ്മൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒന്ന് പോയിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന് വെച്ചു. അതിന് വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു 3 മിനിറ്റ് നടക്കുമ്പോൾ ഇവിടെ എത്തും. 2 മിനിറ്റ് അപ്പുറത്താണ് ആ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അവിടെ കൂടെ ഒന്ന് പോയിട്ട് ലാസ്റ്റ് നൈറ്റ് അല്ലേ, അതുകൂടെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോകാമെന്ന് വെച്ചു. നൈസ് പ്ലേസ്. രാത്രിയൊക്കെ ആയിട്ടും ഇവിടെയൊന്നും ആരും പോകുന്നില്ല. ലൈക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ട്. അവിടെയൊക്കെ പാട്ട് എന്തൊക്കെയോ ഒക്കെ നടക്കുന്നുണ്ട്. ഇത് സാറ്റർഡേയും കൂടി ആയതുകൊണ്ടാണ് ഇത്രയും ക്രൗഡ് കേട്ടോ. ഇഷാനിക്കൊക്കെ കാല് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്ന കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാം, എനിക്കെന്ത് പറ്റി, എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയും വെയിറ്റും കൊണ്ട് ഞാൻ നല്ലപോലെ സ്മാർട്ടായിട്ട് നടക്കുന്നു, നിങ്ങൾക്ക് കാല് വേദനിക്കുന്നു എന്ന് ഞാൻ ഇഷാനിയോട് ചോദിക്കുമായിരുന്നു. എനിക്കൊണ്ട് നമുക്കൊക്കെ ഉള്ളൊരു മെൻറ്റൽ കപ്പാസിറ്റി ഉണ്ടോ ഈ പിള്ളേർക്കില്ലെന്നാണ് തോന്നുന്നത്. ജിമ്മെന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് ഇവർക്കൊക്കെ ഇച്ചിരി കുറവാണെന്നാണ് തോന്നുന്നത്. അത് പതുക്കെ ശരിയായിക്കോളും. ഇപ്പോൾ ഒരു പഞ്ചാബി ഫാമിലി, അവർ താമസിക്കുന്ന ഇവിടെ അടുത്തുള്ള ഏതൊരു ഹോട്ടലാണ്. അവർ നടന്ന് ഇവിടെ എത്തിയപ്പോൾ വഴി തെറ്റി. അപ്പോൾ അവർക്ക് അവരുടെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഒന്നും വർക്ക് ആവുന്നില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിച്ചു. പിന്നെ അമ്മുവിൻ്റെ മൊബൈലിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വഴി പറഞ്ഞു കൊടുത്തു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. നമ്മളൊക്കെ ഇനി അത്യാവശ്യം കുറച്ചൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച്
ഈ സ്ഥലം കണ്ടുപിടിക്കലും ഒക്കെ നമ്മൾ കുറച്ച് വെൽ എക്യുപ്ഡ് ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ നല്ലൊരു ട്രാവൽ ഗ്രൂപ്പ് വഴി വരുവാണെങ്കിൽ എപ്പോഴും നമുക്ക് അവർ വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടോ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ദേ വിൽ ഗൈഡ് അസ്. സോ എപ്പോഴും നമ്മൾ പരിചയമില്ലാത്തൊരു കൺട്രി പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഓൾവേസ് നമ്മളൊരു നല്ല ഒരു ട്രാവൽ ഗ്രൂപ്പിനെ റിലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് നടന്നാലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ട്രാവൽ പാർട്ട്ണർ നമുക്കുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്തവണ നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സ് ബഡ്ജറ്റ് ഹോളിഡേയ്സ് ആയിരുന്നു. വി വർ ലൈക്ക് ഡൂയിങ് ഫസ്റ്റ് ട്രിപ്പ് വിത്ത് ദം. ഓസി ഇതിന് മുമ്പ് അവിടെ കൂടെ ധാരാളം ട്രിപ്സ് പോയിട്ടുണ്ട്. ആൻഡ് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ ട്രിപ്സ് വിത്ത് ദ ഹോൾ ഫാമിലി. കിച്ചു വാസ് സെയിങ് നമുക്ക് എവിടെയെങ്കിലും പോകണമല്ലോ, പക്ഷെ ഒന്നും സമയം കിട്ടിയില്ല. ആൻഡ് ഹി വാസ് ഹാവിങ് ട്രീറ്റ്മെൻറ്റ് ഓൾസോ ഫോർ ഹിസ് ഐസ്. കണ്ണിൻ്റെ കാര്യം സ്കാം അല്ല ഗൈസ്. ഹി വാസ് റിയലി സ്ട്രഗ്ലിങ് ആൻഡ് സഫറിങ്. ഉറക്കമില്ലാത്ത എത്ര രാത്രികളായിരുന്നു പുള്ളിക്ക് വേദന കാരണം. സോ അതൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഹൻസുവിൻ്റെ കോളേജും പരീക്ഷയൊക്കെ തുടങ്ങും. എന്നിട്ട് അടുത്ത ട്രിപ്പ് എവിടെയെങ്കിലും ഒന്ന് പോകണം എത്രയും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് കഴിക്കാൻ പോവാം. ഓക്കെ, കം. നമ്മളിന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്നേക്ക് സ്കിൻ ഫ്രൂട്ട് നല്ലതാണെന്നൊക്കെ ആരോ പറഞ്ഞു. വൈ ഇസ് ദിസ് കോസ്റ്റ്ലിയർ? അല്ലല്ല, അവരിങ്ങനെ തീരുമ്പോൾ വെട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് നൈറ്റ് ഞാനങ്ങനെ ഇത് കഴിക്കാനുള്ള കൊതിക്ക് ഇവിടെ വന്നു ഡ്യൂറിയൻ വാങ്ങി. ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്ലൗസ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു തരം സ്മെല്ലുണ്ട്. ആ സ്മെൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആർക്കും ഇഷ്ടമാകത്തില്ല. ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങി. അങ്ങനെ 2 ബോക്സല്ല 2 ടൈം ഞാൻ ഡ്യൂറിയൻ വാങ്ങി കഴിച്ചു. വയറ് നിറഞ്ഞു, കൊതിയെല്ലാം തീർന്നു. അങ്ങനെ ഇത്തവണ ഞാൻ 1, 2, 4 ഓൾമോസ്റ്റ് 6 പ്രാവശ്യമാണ് 6 പാക്കറ്റാണ് ഞാൻ കഴിച്ചത്. തൽക്കാലം എൻ്റെ കൊതിയൊക്കെ തീർന്നു. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ ഒരു നാട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റും. അതുവരെ എൻ്റെ ഒരു ആക്രാന്തത്തിനൊരിതായി. ഇവർക്കൊന്നും സഹിക്കാൻ വയ്യ കേട്ടോ സ്മെല്ല്. ഇവരുടെയൊക്കെ വിചാരം എനിക്ക് ഇതോ വട്ടായി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഗ്ലവ്സ് ഇട്ടിട്ട് കഴിച്ചതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. സ്മെല്ല് എനിക്ക് പക്ഷേ ആ സ്മെൽ ഓക്കെയാണ്. ഐ ലൈക്ക് ദ സ്മെൽ. പക്ഷേ ഞാനിതൊരു 10 വർഷത്തോളം മുന്നേ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് സ്പ്രിങ്ങിൽ ഇതൊരിക്കൽ വന്നു. ഞാൻ വാങ്ങി അതിനോടുള്ളൊരു കൗതുകം കൊണ്ട് എനിക്കത് എങ്ങനെ ഉണ്ടാവും കഴിക്കാനൊന്നും അറിയത്തില്ല. അത് വാങ്ങി ഞാൻ ഡിക്കിയിൽ വെച്ചിട്ട് പോവായിരുന്നു. വീട്ടിലോട്ട് പോകുന്നിടത്ത് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. എന്നോട് ഡ്രൈവർ ചോദിച്ചു എന്ത് സ്മെല്ല് കുറേ കഴിഞ്ഞ് അയ്യോ ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണോ. എന്തായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് വീടെത്തി. അപ്പോഴത്തേക്കും കാറെല്ലാം കൂടെ ഒരു വല്ലാത്തൊരു സ്മെല്ലായി. അങ്ങനെ ഞാനിതിനെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തപ്പോൾ വീട്ടിലെല്ലാവരും എന്തൊക്കെയോ പോലെയൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഛർദ്ദിക്കാൻ വരുന്നു, ഇത് എന്ത് സാധനമാണെന്നൊക്കെ ഇവർ പിള്ളേർ കൊച്ചാണ് അത് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ കാറിൽ വെച്ച് എൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് അത്ര റൈപ്പല്ലായിരുന്നു. ഇവിടെയൊക്കെ കഴിച്ച നല്ല മഞ്ഞ കളറായി അടിപൊളിയായിരുന്നു. അത് അത്ര എനിക്ക് തോന്നുന്നു അത് 2-3 ദിവസം കൂടെ വെച്ച് റൈപ്പായിട്ട് വേണമെന്ന് കട്ട് ചെയ്യാൻ. ഞാൻ അന്ന് തന്നെ കൊണ്ട് കട്ട് ചെയ്തപ്പോൾ അത് അത്ര ഇതായില്ല, ഒരു സ്റ്റിക്കി പോലെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കളഞ്ഞു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു അനുഭവം. അതിനുശേഷം എപ്പോഴോ സിംഗപ്പൂരിലൊക്കെ ശേഷം എപ്പോഴും ട്രാവൽ ചെയ്തപ്പോൾ ഇത് കണ്ടു. പക്ഷെ അത് വാങ്ങാൻ എനിക്കൊരു മനസ്സ് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്തത്. സിമി ഉണ്ടായിരുന്നു. സിമി തന്നൊരു ധൈര്യത്തിലാണ് കേട്ടോ ട്രൈ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ലൈക്ക് എ വെരി പ്ലസൻറ്റ് ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഞാൻ കഴിച്ചു. അപ്പോൾ ഇനി എപ്പോൾ ഇത് എവിടെ കണ്ടാലും കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ശകലം ധൈര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യും. വെരി ടേസ്റ്റ്, അടിപൊളിയാണ്. ഞാൻ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് എൻ്റെ ഈ വ്ളോഗിൽ ധാരാളം സംസാരിച്ചു അല്ലേ.
ഇഷാനിയും ഹൻസും രാത്രി റൂമിൽ പോയിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് കുറച്ച് ചോറ് വാങ്ങി. 4 പാക്കറ്റ് ചോറാണെന്ന് തോന്നുന്നു. കുറേ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. കുടിച്ചു. എൻ്റെ നൈറ്റ് റൊട്ടീൻ. ഞാൻ സ്ഥിരം ഇടുന്ന സെറം കൊണ്ടുവന്നില്ല, വേറെ ഒരെണ്ണം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വെക്കുന്നൊരു ട്രാവൽ ബാഗുണ്ട്, അതിനകത്തിരുന്നൊരു സെറം. പിന്നെ ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ലോറിയലിൻ്റെ ഈ ഒരു സെറം. തീരാറായി. ഞാൻ വീട്ടിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അമ്മ എനിക്ക് വാങ്ങി തന്നത്, അതിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു ബ്ലൂ കളർ. ഏതാ? ഒന്നും കഴുകില്ല. ഇഷാനി ഡൗട്ട് ചെയ്യോ, കഴുകിയ ഡ്രസ്സ് ചെയ്ത് കഴുകാത്ത ഡ്രസ്സ് ചെയ്തെന്നൊക്കെ ചോദിച്ചു. പിന്നെ യൂസ് ചെയ്യുന്ന ഇതാണ്, ഇത് എൻ്റെ പേരെന്തുവാ, നൈറ്റ് ക്രീമാണ് ലോറിയലിൻ്റെ. ഐ എം നോട്ട് വെരി പെർട്ടിക്കുലർ. എന്തെങ്കിലും കുഴപ്പമില്ലാത്ത ഒരെണ്ണം കിട്ടിയാൽ ഞാൻ ഇടും. ചിലപ്പോൾ കൊളാബറേഷൻസിന് നമുക്ക് വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് പല ബ്രാൻഡിൻ്റെ ആവാം, കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യും. ലോറിയലിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ എനിക്ക് തോന്നി ഇവർക്കൊക്കെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നല്ലതാണെങ്കിൽ അവർ പറയുന്നത് കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. രാത്രി ആയിരിക്കും ചുണ്ടിൽ വാസ്ലിൻ ഇല്ലാതെ പറ്റത്തില്ല. ഇവരൊക്കെ വേറെ ഏതൊക്കെയോ ലിപ് ബാമോ ലിപ്പ് ഓയിലോ എനിക്ക് ചെയ്യും. ഞാൻ നമ്മുടെ പെട്രോളിയം ജെല്ലി ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ജോൺസൻ്റെ ഒരെണ്ണമാണ്. അത്യാവശ്യം സൺ അലർജി ആയിട്ടുണ്ട് ചുണ്ടിലേക്ക്. ചുണ്ടിലെപ്പോഴും സൺ അലർജി ആവും. ഇനി കയ്യിലും കാലിലും ഒക്കെ ഇടണം. അതിൻ്റെ നെയിൽ പോളിഷ് ഞാൻ ഇവിടെ വന്നിട്ട് ഇടാന്ന് പറയും കൊണ്ടുവന്നതാണ്. ലീക്കായി കുളമായി. കയ്യിലിടാനും പ്ലാൻ ഉണ്ടായിരുന്നു, വീട്ടിൽ വെച്ച് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ടിടാം, കാരണം ഈ എലക്ഷൻ്റെ ഈ ഒരു മാർക്ക് കുളമായി കിടക്കും എൻ്റെ കയ്യിൽ. എന്തു വല്ലാത്തൊരു അടയാളം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ബോണി സുലുവിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ അവിടെ വെച്ചിട്ട് പുള്ളിക്കാരുടെ കയ്യിൽ അടിപൊളിയായിട്ട് നെയിൽ പോളിഷ് കിടക്കും. അപ്പോൾ എന്നോട് ഈ കളർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ കളർ ഇടുമ്പോൾ നല്ല അടിപൊളി ലുക്കിൽ വരും. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇടാമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നേ, പക്ഷെ ഇട്ടില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ കാണാം. നാളെ എന്തെങ്കിലും കൂടിയൊക്കെ ഉള്ളതും കൂടിയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഐ എം ഗെറ്റിംഗ് റെഡി. ബോബി ബ്രൗൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബ്ലഷാണ്. കുറേ നാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഇടുമ്പോൾ ഞാൻ മറ്റേ പ്രോപ്പറായിട്ടുള്ള മേക്കപ്പ് ഇടുന്ന ടിപ്സ് ഒന്നും അങ്ങനെ ഫോളോ ചെയ്യാറില്ല. എൻ്റെ ഒരു കംഫർട്ടിനാണ് ഞാൻ എല്ലാം ഇടുന്നത് കേട്ടോ. കൂടരുത്, കൂടിയാൽ നമ്മൾ ചുക്കി ആയിപ്പോ. ലൈറ്റായിട്ട്. ഓക്കെ, ഐബ്രോ പ്രായമാകുമ്പോഴത്തേക്ക് ഐബ്രോസ് കുറച്ച് ലൈറ്റായി തുടങ്ങും. ഇപ്പോൾ ധാരാളം ആൾക്കാർ ഐബ്രോസിൽ ഏതോ മൈക്രോ ബ്ലേഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല. I've seen a lot of people doing it, you know. ചിലരുടെ it looks nice also. ചിലത് വളരെ നാച്ചുറൽ ആയിട്ടിരിക്കും. ചിലത് കുറച്ച് നമ്മളൊരു ടാറ്റൂ ചെയ്ത അതുപോലത്തെ ഒരു എഫക്റ്റ് ഇരിക്കും. ആക്ച്വലി നമുക്ക് കുഴപ്പമില്ലാത്ത ഐബ്രോസ്, നമ്മുടെ ഐബ്രോസ് അത്രത്തോളം ലൈറ്റ് ആയില്ലെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് നമ്മളൊന്ന് ടച്ച് ചെയ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കുറച്ചുകൂടെ നാച്ചുറൽ ലുക്ക് വരുമല്ലോ. ഇനി മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വേദനിക്കും. അതിനൊന്ന് അതെങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആരോടും അത് ചെയ്ത് ആരോടും ഞാനെക്കുറിച്ച് ചോദിച്ചിട്ട് കൂടിയില്ല.
I've seen a few of my friends also who have done it. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. സോ നമ്മൾ അറിവില്ലാത്ത പണിക്ക് പോകാത്താലും നല്ലത്. പൊട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഡ്രസ്സിന് മാച്ചായിട്ട് നോക്കും. ഒരു മെറൂൺ മതി ഇന്ന്. ചിലപ്പോൾ ഇങ്ങനെ ഡബിൾ കളറൊക്കെ ഇടും. പൊട്ടിട്ടു. അയ്യോ ലിപ്സ്റ്റിക് അവിടെ. എല്ലാവരും ചോദിക്കുന്ന എൻ്റെ റാപ്പപ്പ്. ഞാൻ ഇന്നൊരു മാക് എൻ്റെ ഡ്രസ്സിൽ ദുപ്പട്ടയുടെ അറ്റത്ത് നല്ല മെറൂണുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടെ റെഡിഷ് ആക്കാനായിട്ട് ഞാൻ ആദ്യം മാക്കിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡൊന്ന് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റാപ്പപ്പ്. ലിപ് ലൈനർ. ചിലർ ലിപ് ലൈൻ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. ഇങ്ങനെ വേണോ ചെയ്യാം. ലൈൻ നമ്മളെപ്പോഴും നമ്മുടെ ചുണ്ട് നോക്കുമ്പോൾ നമ്മുടെ ആരുടെയും ചുണ്ട് അങ്ങനെ പക്ക പെർഫെക്റ്റ് ആയിരിക്കില്ല. വളരെ റെയർ ആയിട്ടാണ് ആൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ചുണ്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ ചുണ്ടിന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ താഴത്തെ ചുണ്ട് കുറച്ച് തിന്നാണ്, മുകളിലത്തെ ചുണ്ട് കുറച്ച് തിക്കറാണ്. അതുകൊണ്ട് ഞാൻ മുകളിലത്തെ ചുണ്ടിനെ കുറച്ച് തിന്നാക്കാനും താഴെ ഒരു ലെയർ കുളമാകരുത് ചുണ്ടിനോട് ചേർത്ത് ജസ്റ്റ് ഒരു പൊട്ടിക്കൊരു ലെയർ ഒന്ന് ഇടാൻ നോക്കിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ് ലൈനറാണ്, പക്ഷെ അതെന്തോ കുളമായി. ഞാൻ ലിപ് ലൈനറൊക്കെ ചിലപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം അഡ്ജസ്റ്റ് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ ഒരു പുരാവസ്തുവാണ് മേബലൈൻ്റെ ഒരു ഹൈലൈറ്റർ സ്റ്റിക്ക്. ഞാൻ കുറച്ചുകൂടെ ഹെവി മേക്കപ്പ് ഇടുമ്പോൾ നോസ് കട്ടിങ് ഒക്കെ ചെയ്യും. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒരു നോസ് അല്ല, നല്ല പോലെ പോയിന്റഡ് ആയിട്ടൊക്കെ ഉള്ളൊരു നോസ് അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു സൈഡിൽ ഡാർക്ക് ബ്രൗൺ കൺസീലർ വെച്ചിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്താൽ കുറച്ചുകൂടെ മൂക്ക് കുറച്ചുകൂടെ സ്ലിം ആയിട്ടിരിക്കും. പക്ഷെ അതിപ്പോൾ നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വല്ലപ്പോഴും ഒരു ഹൈലൈറ്റർ ഒരു മൂക്കിൻ്റെ ഈ സെൻറ്ററിൽ ഒരു ചെറിയൊരു വര ഇങ്ങനെ അങ്ങോട്ട് വരച്ച് വിട്ടാൽ അത് കുറച്ചൊന്ന് ഷൈൻ ചെയ്യും. ഞാൻ എന്തിനാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ പണ്ടോട്ട് ഇങ്ങനെ ഐബ്രോയുടെ താഴെ ശകലം ഒരു ഹൈലൈറ്റർ ഒരു പൊട്ടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി ഞാൻ മേക്കപ്പിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തൊരു കാലം മുതലേ, ഞാൻ ജസ്റ്റ് ഒരു 12th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞ് കോളേജിലോട്ട് ജോയിൻ ആയ ആ കാലം മുതലേ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. ഇതെൻ്റെ സിന്ദൂരം ഇൻ മൈ ഹോമിയോ ഡബ്ബ. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് പുട്ടിങ് സിന്ദൂരം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഐ ഡോണ്ട് നോ വൈ ഐ സ്റ്റാർട്ടഡ് പുട്ടിങ് ഇറ്റ് ആസ് ഒരു ന്യൂലി മാരീഡ് ബ്രൈഡ് ഇടുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഇട്ട് തുടങ്ങിയതാണ്. പിന്നെ ഏതോ ഒരു പോയിന്റ് ആയപ്പോൾ അത് എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായി തന്നെ മാറി. ആ ഒരു ശകലം സിന്ദൂരം എൻ്റെ നെറ്റിയിലിങ്ങനെ വരുമ്പോൾ, ഈ വലിയ ഫോർഹെഡ് അല്ലേ എനിക്ക് വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഒരു ഫോർഹെഡാണ്. അപ്പോൾ ഒരു സിന്ദൂരം കുറച്ച് അവിടെ ഒരു പോയിന്റഡ് ആയിട്ട് വരുമ്പോൾ ലൈക്ക് ഇറ്റ് ലുക്സ് നൈസ്. ഞാൻ യൂസ് ചെയ്യുന്ന സിന്ദൂരം ഹെർബൽ ആണ്. അത് കയ്യിലൊക്കെ അങ്ങനെ ചില സിന്ദൂരം നമ്മൾ 1-2 കമ്പനി ഡബ്ബയിൽ കിട്ടത്തില്ലേ, ഏതൊക്കെയോ ഐറ്റെക്സ് അങ്ങനെയൊക്കെ, അതുപോലത്തെയൊക്കെ നമ്മളിങ്ങനെ എടുത്താൽ നമ്മുടെ കയ്യിലൊക്കെ കളറാവും. ലൈക്ക് നമ്മളെല്ലായിടത്തും ഇത് ഞാൻ സിന്ദൂരത്തിൽ തൊട്ടു, പക്ഷെ എൻ്റെ കയ്യിൽ റെഡ് കളറൊന്നുമില്ല. ഇപ്പം ഇത് നമ്മളൊന്ന് തൊട്ടാൽ അതങ്ങ് പോകും, ലൈക്ക് അവിടെ ഒരു റെഡ് കളർ നിൽക്കത്തില്ല. സോ ഇതിൽ മഞ്ഞളൊക്കെയാണ് ഇതിൻ്റെ ബേസ് കേട്ടോ. മഞ്ഞളും വേറെ ഇതൊക്കെയാണ് ഇടുന്നത്, അതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതുകൊണ്ട് കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇത് അമ്മൂൻ്റെ ഫ്രണ്ട് ലിൻഡ US നിന്ന് കൊണ്ടുകൊടുത്ത ഒരു ഹൈലൈറ്ററാണ്. ഇതല്ല എൻ്റെ ഡബ്ബ, അത് വലിയ ഡബ്ബയാണ്, അത് അടിപൊളി ഹൈലൈറ്ററാണ്. അപ്പോൾ അമ്മു എനിക്കൊരു കുഞ്ഞു ഡബ്ബയിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ബട്ട് നല്ല സാധനമാണ്. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ ഒരു കോട്ടൺ ബഡ് വെച്ചിട്ടാണ്, കാരണം അത് കുറച്ച് തിക്കായതുകൊണ്ട് ഈ ഡബ്ബ ഇത് പുറത്തോട്ട് വരുന്നില്ല.
അപ്പോൾ ഞാനൊരു കോട്ടൺ ബഡ് പതുക്കെ അതിലോട്ട് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫ്യൂ ഡ്രോപ്സ് ഇടും. ഇത് ഞാൻ ഡെയിലി എൻ്റെ നോർമൽ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ഇടത്തില്ല കേട്ടോ. ഞാനവിടെ ആകെ ഇടുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം. ഇനി ഞാൻ എൻ്റെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്നാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തിരിയുമ്പോൾ അവിടെ ഒരു ഷൈൻ വരും. അപ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമുക്ക് ആ മേക്കപ്പ് എല്ലാം ഒന്നങ്ങോട്ട് ബ്ലെൻഡായി അടിപൊളിയായിട്ട് ഒന്നങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യും. ഒരു സെറ്റിംഗ് സ്പ്രേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സെറ്റിംഗ് സ്പ്രേ എന്ന് പറയുന്ന സാധനം. ഇത് റീസെൻ്റ്ലി പിള്ളേരെനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടും കേട്ടോ, സ്റ്റൈൽ പ്ലസിലൊക്കെ കിട്ടും. മിഷാനി പറയും ഇത് ഇവിടുത്തെ മോളെന്ന് വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ മേക്കപ്പ് എല്ലാം ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ ചെയ്യട്ടെ. അമ്മ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കുഞ്ഞു ഫാൻ എടുത്ത് വെച്ച് കുറേ നേരം ഇങ്ങനെ ആക്കും. അപ്പോൾ അതങ്ങ് മേക്കപ്പ് അങ്ങ് സെറ്റാവും. ഞാൻ മുകളിൽ ഐലൈനർ മാത്രമേ ഇട്ടുള്ളൂ, താഴെ കരി വരച്ചില്ല. കാരണം ഇന്ന് ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കരിയൊക്കെ ഇട്ടിരുന്നാൽ എനിക്കത് സ്പ്രെഡ് ആവും. ഓർക്കാതെ ഇങ്ങനെയൊക്കെ ആക്കും. ഐലൈനർ ആകുമ്പോൾ അത് അത്ര പ്രശ്നമില്ല എനിക്കിപ്പോൾ കാഴ്ച ഇച്ചിരി കുറവായതുകൊണ്ടും കണ്ണാടി വെക്കാതെ മേക്കപ്പ് ഇടുന്നതുകൊണ്ടും ഞാൻ എൻ്റെ ഐലൈനർ ഇടുന്നതൊന്നും ഒട്ടും പെർഫെക്റ്റ് അല്ല. ഒരു ഷേപ്പ് പോലെ ആയിരിക്കില്ല, മറ്റേ ഷേപ്പ് കുളമാവും. I think as you grow older, we have to accept the fact that നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു കൺട്രോൾ ഓർ ബാലൻസ് നമുക്ക് എവിടെയും ഒരു പൊട്ടിക്ക് കുറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പണ്ടൊക്കെ അടിപൊളിയായിട്ട് ഐലൈനറൊക്കെ വരയ്ക്കുന്ന ആളായിരുന്നു. എൻ്റെ പിള്ളേരൊക്കെ വലുതായി തുടങ്ങിയപ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഞാനായിരുന്നു നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. ഈവൻ സ്കൂളിലൊക്കെ അവർക്ക് പ്രോഗ്രാംസ് ഉള്ളപ്പോൾ കാഴ്ച ഗോ ആൻഡ് ഡൂ ഫോർ ഓൾ ഓഫ് ദം യുനോ. അതൊക്കെ പോയി. ആ ഒരു ടാലൻ്റൊക്കെ എനിക്ക് കുറച്ച് ഫീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് മുടിയിൽ സെറമൊക്കെ ഇട്ട് ക്ലിപ്പ് കുത്തി വെച്ചിരുന്നു. ഓക്കെ, ഇനി എനിക്കെൻ്റെ കമ്മലിടണം, വളയിടണം, മോതിരമൊക്കെ ഇടണം. രാത്രി കിടക്കുമ്പോൾ കമ്മലൊക്കെ ഉപയോഗിക്കും, കമ്മലൊക്കെ ഇടണം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഈ സൽവാർ ഞാൻ ഡൽഹി പോയപ്പോൾ വാങ്ങിച്ചതാണ്. ബ്രാൻഡിൻ്റെ പേര് എന്തുവാ, സച്ചോ എന്തൊരു ബ്രാൻഡ്. നല്ല കോട്ടൺ ആണ്, സോ കംഫർട്ടബിൾ. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആണ്, ബട്ട് ഇറ്റ് മേക്സ് മീ ഫീൽ വെരി കംഫർട്ടബിൾ. കോട്ടൺ നല്ല ദുപ്പട്ടയുണ്ട്. ഒരു മിനിറ്റ് ദുപ്പട്ട കാണിച്ചേ. ദിസ് ഇസ് ദ ദുപ്പട്ട. ഞാൻ ഈ ദുപ്പട്ട അവിടെ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ മിഡ്നൈറ്റ്സ് ദുപ്പട്ട എന്ന് പറയുന്നത് നോക്കിയിട്ടാണ് പിന്നെയാണ് ഞാൻ സൽവാർ ശ്രദ്ധിച്ചത്. അവിടെ ഇതൊക്കെ വാങ്ങുന്ന കടയിൽ ദുപ്പട്ടയ്ക്കൊരു വില, ഉടുപ്പിനൊരു വില, ബോട്ടത്തിനൊരു വില, അങ്ങനെയാണ്. സി നൈസ് ദുപ്പട്ട, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര നീളം. ചില ദുപ്പട്ടാസൊക്കെ ഇതുപോലെയാണ്, നമുക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെയും അങ്ങനെയൊക്കെ ഇടും നമ്മൾ. എന്നിലേക്ക് മുമ്പിലേക്ക് ദുപ്പട്ടാസ് നല്ല ലെങ്തായിരുന്നു. അതാ. പിന്നെ കുറച്ച് പെർഫ്യൂം ഇവിടെ അറിയില്ലേ, ഞാൻ കൊണ്ടുവന്ന പെർഫ്യൂം ഏതാണെന്ന് കാണണം. എൻ്റെ ഈ അടുത്ത കാലത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് യൂഫോറിയ. ഏത് കമ്പനിയുടെ കമ്പനി ഏതാ? കാൽവിൻ ക്ലീൻ്റെ യൂഫോറിയ. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു അമ്മൊരു ഫ്രണ്ട് റിയയുടെ ചേച്ചി നീമ കൊണ്ടുവന്നത്. താങ്ക് യു നീമ. എൻ്റെ ഈ വീഡിയോ എപ്പോഴെങ്കിലും നീമ കാണുവാണെങ്കിൽ താങ്ക് യു. നീമയാണ് നമുക്ക് ഈ ഒരു പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. സോ ഈ പെർഫ്യൂം എപ്പോൾ ഇടുമ്പോഴും ഐ തിങ്ക് ഓഫ് നീമ. താങ്ക് യു നീമ വൺസ് അഗൈൻ. ഓക്കെ, ഇനി ഞാൻ പോയി കമ്മലും എല്ലാം ഇട്ടിട്ട് വരട്ടെ. ഓക്കെ,
ലാസ്റ്റ് ഡേ ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. ഐ മീൻ നൈറ്റ് ഫ്ലൈറ്റ്, പക്ഷേ വൈകുന്നേരം റൂമിൽ നിന്ന് പോകും. അപ്പോൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്ന മോളിലോട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അമ്മ ക്യൂട്ടാകണ്ട, മറ്റേ കണ്ടിന്റെ പ്രായം എല്ലാം അതാണ് 2x എടുക്കും. 2x ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അങ്ങനെ ഫേക്ക് എക്സ്പ്രഷൻസ് ഒന്നും വേണ്ട. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ഡേ കഴിക്കാൻ വന്ന സ്ഥലത്ത് തന്നെ എത്തി. ഫസ്റ്റ് ഡേ കഴിച്ച ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ കഴിച്ച എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ബെറ്ററാണ്. പക്ഷെ എന്നാലും അതാണെങ്കിൽ ഇനി മറ്റൊരു മോളിൽ പോകണം. സോ നമ്മൾ ഇവിടെ വന്ന് അമ്മു വിശാലിയും കൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി. തായ് ഫുഡാണ്. ഐ തിങ്ക് യു ക്യാൻ കീപ് ദ തിങ്സ് ഇൻ ദാറ്റ് ചെയർ. ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. ചോറ് തന്നെ, ചോറും സം വെജിറ്റബിൾസ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ചിക്കൻ. അന്ന് ഭയങ്കര സ്പൈസി ആയിരുന്നു. ഇന്ന് അവരോട് ഇച്ചിരി മസാല കുറച്ചിടാൻ പറയണം. ഫോൺ എടുത്തോട്ട്. സോ നമ്മുടെ എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. മലേഷ്യൻ ട്രിപ്പ്. ഇനി കുറച്ച് മണിക്കൂറുകളും കൂടെ ബാക്കി. റൂമിൽ പോവുക, ഫൈനൽ പാക്ക് ചെയ്യുക, ഇറങ്ങുക, അത്രയേ ഉള്ളൂ. നല്ല ട്രിപ്പായിരുന്നു. മലേഷ്യ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യയിൽ നിന്ന് വളരെ നമുക്കൊരു ഫോറിൻ കൺട്രി വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ, വിസ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യുന്ന അടുത്ത ആഴ്ച പോകണം എന്നൊരാഗ്രഹം മനസ്സിൽ പെട്ടെന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ മലേഷ്യ, തായ്ലൻഡ്, അതൊക്കെ നമ്മൾ വിസയ്ക്കുള്ള ഒരു ടൈം ഇല്ലല്ലോ. പെട്ടെന്ന് നമുക്കങ്ങ് പ്ലാൻ ചെയ്തിട്ട് എല്ലാം ഓൺലൈനിൽ കൂടെ ചെയ്തങ്ങ് റെഡിയാക്കാം. നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. മലേഷ്യയെക്കുറിച്ച് പണ്ടെനിക്കുണ്ടായിരുന്ന ആ ഒരു ഫീലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇതും വളരെ ഡിഫറെൻ്റാണ്. പണ്ട് എന്നോട് മലേഷ്യ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു സിംഗപ്പൂർ ഒരു വളരെ മിനിമം ഉള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ടാവത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇറ്റ് ഇസ് ലൈക്ക് സോ പോഷ്, സോ ഗുഡ്. ഷോപ്പിംഗ് ഒക്കെ സൂപ്പറാണ്. പിന്നെ വളരെ ഗ്രീനാണ് എല്ലായിടത്തും. നല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ മരങ്ങളും ചെടികളും അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ധാരാളം മരങ്ങളും ചെടികളും ധാരാളമുണ്ട്. ആൾക്കാർ വളരെ 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 ഫ്രണ്ട്ലിയാണ്, വളരെ റെസ്പെക്റ്റ്ഫുള്ളിയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസും എവിടെയും പോയ ഒരു സ്ഥലത്തും ഒരു മോശം എക്സ്പീരിയൻസും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. നമ്മൾ ഒത്തിരി ലോക്കൽ മാർക്കറ്റ്സ് അങ്ങനെ ഇങ്ങനെയുള്ളിടത്തൊക്കെ പോയല്ലോ. ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. ധൈര്യമായിട്ട് നടക്കാനൊക്കെ പറ്റി. ലൈക്ക് നമ്മുടെ സാധനങ്ങൾ ആരെങ്കിലും കട്ടുകൊണ്ട് പോകുമോ എന്നുള്ള ആ വലിയ പേടിയൊന്നും നമുക്കില്ല. നമ്മൾ വളരെ കെയർഫുള്ളായിരുന്നു. നമുക്ക് ലണ്ടനിലേക്കുള്ള എക്സ്പീരിയൻസ് കാരണം നമ്മൾ എക്സ്ട്രീംലി കെയർഫുള്ളായിരുന്നു. നടക്കുമ്പോഴൊക്കെ എപ്പോഴും മൊബൈലൊക്കെ ബാഗിനകത്ത് വെക്കുകയും ബാഗ് ടൈറ്റായിട്ട് പിടിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. സോ ഓൾവേസ് സജസ്റ്റ് മലേഷ്യ ആസ് എ വെരി ഗുഡ് വെക്കേഷൻ ഡെസ്റ്റിനേഷൻ. ആൻഡ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന ബഡ്ജറ്റ് ഹോളിഡേയ്സ് എല്ലാം വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. ഒന്നും നമുക്ക് ഒരു ഇതുമില്ല. ഇന്നിത് ഹോട്ടൽ ബില്ലിന് എല്ലാം അവർ നേരത്തെ വരുന്നു. എവറിത്തിങ് ഇസ് ലൈക്ക് ഡൺ ആൻഡ് ടേക്കൺ കെയർ ഓഫ്. ആൻഡ് നമുക്ക് എവിടെയും ഒരു 5 മിനിറ്റ് വെയിറ്റിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ ട്രിപ്സ് വിത്ത് ദം. ഇവിടെ അവരിപ്പോൾ വരും. ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം.
ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഗോയിങ് ബാക്ക് ടു ദ റൂം. സോ ആ വെക്കേഷൻ ഇസ് കമ്മിങ് ടു എൻ എൻഡ്. ബൈ ബൈ റൂം. നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഈ പൂവിനെ ഇവിടെ വെച്ചിട്ട് പോകാൻ പോവാം. ഇഷാനി വാങ്ങിയ പൂ. മൂന്നാമത്തെ പൂ ഇന്നലെയാണ് വിടർന്നത് മൊട്ട്. അതവിടെ ഇരിക്കട്ടെ, ഇനി വരുന്ന ആൾക്കെങ്കിലും യൂസ് ചെയ്യാം. ബൈ ബൈ റൂം. എവിടെ ഇരുന്നയാ ചിലപ്പോ ഇത് ഇത്രയും ഒരു കംഫർട്ട് ആവില്ലായിരുന്നില്ല. നിങ്ങള് അത്രയ്ക്ക് നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു നമുക്ക്. ലൈക്ക് നമുക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു നാട്ടില് എന്താ പറയാ, നമുക്കൊരു സേഫ് ഫീലിംഗ് തോന്നി നിങ്ങളെ എല്ലാവരെയും കാണുന്നത്. അപ്പോൾ എൻ്റെ മലേഷ്യയിലെ ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.